പ്രദർശന വിപണന ഭക്ഷ്യമേളയായ കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് ചെങ്ങന്നൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ തിരിതെളിഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രിമാരായ സജി ചെറിയാൻ, പി പ്രസാദ് എന്നിവർ പങ്കെടുത്തു. നടൻ മോഹൻലാൽ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ചെങ്ങന്നൂരിൽ 11ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് ആവേശകരമായ തുടക്കമാണ് ഉണ്ടായത്. ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി എം.പി. രാജേഷ് ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മേളയ്ക്ക് തിരിതെളിച്ചു. ലോകത്തിന് കേരളം സമ്മാനിച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ അതുല്യ മാതൃകയാണ് കുടുംബശ്രീ എന്ന് മന്ത്രി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണം എന്ന ആശയത്തെ സാക്ഷാത്കരിച്ചത് ആ കുടുംബശ്രീയുടെ വരവോടുകൂടിയാണ് സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിൽ, സാമൂഹികമായും രാഷ്ട്രീയമായും ശാക്തീകരിക്കുന്നതിൽ, സാംസ്കാരികമായി ശാക്തീകരിക്കുന്നതിൽ കുടുംബശ്രീ വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ കേരളം സമ്മാനിച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ അതുല്യമായ മാതൃകയാണ് കുടുംബശ്രീ. ഇന്ന് കുടുംബശ്രീയുടെ സാന്നിധ്യമില്ലാത്ത ഒരു മേഖലയുമില്ല എന്നതാണ് വസ്തുത. കേരളീയ സ്ത്രീ ജീവിതത്തെ കുടുംബശ്രീക്ക് മുമ്പും കുടുംബശ്രീക്ക് ശേഷവുമെന്ന് നിസ്സംശയം നമുക്ക് വിഭജിക്കാൻ കഴിയും. സ്ത്രീ ശാക്തീകരണം എന്ന ആശയത്തെ സാക്ഷാത്കരിച്ചത് കുടുംബശ്രീയാണ്. കുടുംബശ്രീ പെൺകരുത്തിന്റെ മഹാപ്രസ്ഥാനമാണ്. 46 ലക്ഷം വനിതകളാണ് ഇപ്പോൾ കുടുംബശ്രീയിൽ അണിനിരന്നിട്ടുള്ളത്. കുടുംബശ്രീയുടെ വരവോടെ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നുവരാനുള്ള പ്രവണത വർദ്ധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. കലാമണ്ഡലം ചന്ദ്രൻ പെരുങ്ങോടും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് സരസ് മേളയ്ക്ക് തിരിതെളിഞ്ഞത്. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. വിശിഷ്ടാതിഥിയായ മോഹൻലാലിനെ വികസനത്തോടൊപ്പം ജനങ്ങൾക്ക് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ആനന്ദിക്കാനുമുള്ള പരിപാടികളും ചെങ്ങന്നൂരിൽ നടത്തണമെന്നുള്ള തീരുമാനമാണ് ചെങ്ങന്നൂരിലെയും ഈ സരസ് മേളയും. തീർച്ചയായിട്ടും ഈ സരസ് മേള ചെങ്ങന്നൂരിലെ എൻ്റെ ജനങ്ങൾക്ക് നൽകുന്ന പുതുവർഷ സമ്മാനമാണ് എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നിങ്ങളെല്ലാവരും ഇവിടെ എത്തണം, ഈ പരിപാടികളെല്ലാം കാണണം. ഇന്ത്യയുടെ നാനാഭാഗത്തുനിന്ന് കേന്ദ്രഭരണ പ്രദേശത്തെത്തുന്ന എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിന്റെ സന്ദേശമുയർത്തി ചെങ്ങന്നൂർ നഗരസഭയിലെ മുതിർന്ന ഹരിതകർമ്മ സേനാ അംഗം പൊന്നമ്മ ദേവരാജനാണ് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചത്. ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ചെങ്ങന്നൂർ പെരുമയുടെ പ്രഥമ ശ്രേഷ്ഠ ചെങ്ങന്നൂർ പുരസ്കാരം മോഹൻലാലിന് മന്ത്രി സജി ചെറിയാൻ സമ്മാനിച്ചു. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മാലിന്യങ്ങളെന്നും വേദിയിൽ ചൊല്ലിയ ശുചിത്വ പ്രതിജ്ഞ എല്ലാവരും പ്രവൃത്തിപഥത്തിൽ എത്തിക്കണമെന്നും മോഹൻലാൽ പറഞ്ഞു. ഇന്ത്യയുടെ ആത്മാവെന്ന മഹാത്മാഗാന്ധിജി നിർമ്മിച്ച ഗ്രാമാന്തരങ്ങളിലും കുടുംബശ്രീക്ക് സമാനമായ മുന്നേറ്റങ്ങൾ കരകൗശല നിർമ്മാണങ്ങളിൽ ഗ്രാമീണ ഉത്പാദനങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഇതിലേക്ക് ഒരു കൂടിക്ക് കീഴിൽ കൊണ്ടുവന്ന് വിപണനം ചെയ്യാനും വിപുലീകരിക്കാനുള്ള പങ്കാളിത്തം ഉറപ്പിക്കാനും ഒക്കെ അവസരം നൽകുന്ന സരസ് മേള അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഗ്രഹനാഥകളെ ശാക്തീകരിക്കുന്നതിലൂടെ കുടുംബം സാമ്പത്തികമായും സാമൂഹികമായും കൂടുതൽ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുമെന്ന് കുടുംബശ്രീയിലൂടെ തെളിയിച്ചിട്ടുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു. മന്ത്രി പി പ്രസാദ് പ്രശസ്തി പത്രം സമ്മാനിച്ചു. മുഖ്യ സന്ദേശവും നൽകി. മന്ത്രിക്കുൾപ്പെടെ പൂച്ചെണ്ട് നൽകിയത് റോബോട്ടായിരുന്നു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. MLA-മാരായ H. സലാം, MS. അരുൺകുമാർ, ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ്, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ് മാവേലിക്കര.